ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു നെതർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വുവൺ റോസ് സ്റ്റിച്ചാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ വുവൺ റോസിൽ നമ്മൾ റോസ് പോലെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ ഈ ഒരു തണ്ടിനൊക്കെ കൊടുത്തിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചും അതുപോലെ നമ്മുടെ ലീഫിന് ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വുവൺ റോസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോയിൻ വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് ഉണ്ടാക്കിയത്. അതിന് ഞാനൊരു 5 ഭാഗമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒറ്റയായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാലുകൾ നമുക്ക് വരക്കാം, അല്ലെങ്കിൽ 7 എണ്ണം വരക്കാം, അങ്ങനെയൊക്കെ വരക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നടുവിൽ നിന്നും സൂചി കുത്തി കയറ്റി ഒരു കാലിലേക്ക് കുത്തിയിറക്കി, അതുപോലെ വീണ്ടും നമ്മൾ നടുവിൽ നിന്നും വേറൊരു കാലിലേക്ക്, നെക്സ്റ്റ് വീണ്ടും നമ്മൾ നടുവിൽ നിന്നും അടുത്തൊരു കാലിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ആ കാലിൽ നിന്നും നടുവിലേക്കും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 രീതിയിലും പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഈ ഒരു 5 കാലും ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 5 എണ്ണത്തിൻ്റെയാണ് ചെയ്യുന്നത്. 7 എണ്ണത്തിൻ്റെ ചെയ്യാം, 9 എണ്ണത്തിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിന് നമ്മൾ എടുക്കുന്നത് എംബ്രോയ്ഡറി നൂലാണ്. 6 ഇഴയുള്ള എംബ്രോയ്ഡറി നൂലാണ് കേട്ടോ. എംബ്രോയ്ഡറി നൂല് ഓൾറെഡി 6 ഇഴയാണ്. അപ്പോൾ നമ്മൾ 3 ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 6 തന്നെ ആക്കി ചെയ്താൽ മതി. എന്നാലാണ് നമുക്ക് ആ ഒരു കട്ടിയിൽ ആ ഒരു വുവൺ റോസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമ്മുടെ വുവൺ റോസ് തുന്നിയെടുക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഈ 5 കാലും ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൂചി നടുവിലൂടെ കുത്തിക്കയറ്റുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ഒരു കാലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ എടുത്ത് ഒന്നിൻ്റെ മേലെ കൂടെ എടുത്ത് വീണ്ടും ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെയിലൂടെ എടുത്തിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഒന്നരാടം പോലെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഇങ്ങനെ അടിയിലൂടെ മേലൂടെ എടുത്ത് നമ്മളതൊരു വുവൺ റോസാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ എടുത്തു, ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടെ എടുക്കുന്നില്ല. നമ്മുടെ നൂല് കെട്ട് കുടുങ്ങി കേട്ടോ. ഇത് നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ വലിയതായിട്ട് നൂലെടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുണങ്ങി ആകെ പണിയാവും. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് കോർത്തെടുക്കാൻ പോവാണ്. കുറച്ച് ക്ഷമപ്പെട്ട പരിപാടിയാണ് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ചിൻ്റെ താഴെ കൂടെ എടുത്തു, പിന്നെ ഒരു സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ എടുത്തു. ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടെ എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ താഴെയിലൂടെ മേലെയൂടെ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫുള്ളൊരു റോസ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു റോസിൻ്റെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഈ കാലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഈ കാലുകൾ മൊത്തം നമുക്ക് കവർ ചെയ്ത് വരണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു റോസ് ഒരു ഫിനിഷിങ്ങും കിട്ടുള്ളൂ, ആ ഒരു റോസായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഉടുപ്പുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണിത്. ഫ്രോക്കുകളിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പറ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് നൂലെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് കുടുങ്ങി, നമ്മളൊരു ബിഗിനറൊക്കെ ആകുമ്പം കെട്ട് കുടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഫിക്സ് ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഫ്രോക്കുകളിലൊക്കെ നമുക്ക് കുഞ്ഞു മക്കളുടെ ഫ്രോക്കുകളിലൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ പരിപാടിയാണ്, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കുന്നൊരു പരിപാടിയും കൂടിയാണ് കേട്ടോ. ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്ത ശേഷം ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഒരു 3 ഫ്ലവർ ഞാൻ തുന്നിയ ശേഷമാണ്, എന്നാലല്ലേ എനിക്ക് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 3 എണ്ണം ചെയ്ത ശേഷം കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം പരിപാടി ചെറിയ പരിപാടിയാണ്, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മളിതേ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ മൊത്തത്തിൽ നമുക്ക് ആ കാലുകളിങ്ങനെ കവർ ചെയ്ത് വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ കാല് മൊത്തം കവർ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ തണ്ടിൽ കൊടുത്തിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചാണ്, അതുപോലെ നമ്മൾ ലീഫിൽ കൊടുത്തിട്ടുള്ളത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിനി ഈ 4 കാലുകളും ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ കവർ ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലവറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കെട്ടിടാൻ അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വുവൺ റോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ല വീഡിയോസായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.